പരിശുദ്ധമായ ഫാത്തിഹ സൂറത്ത്. ആ സൂറത്ത് നിസ്കാരത്തിലേക്ക് കടക്കുമ്പോൾ ഉള്ള ചർച്ചകളാണ് ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ചയാക്കി കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചൊന്ന ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ, നിസ്കാരത്തിൽ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ ആ ഓതനയ്ക്ക് മുന്നല്ലോ എന്തെല്ലാം സുന്നത്തുണ്ടോട്ട് ഞങ്ങൾ ചർച്ചയാക്കിയ ഇണ്ട്. ഫാത്തിഹ സൂറത്തിൽ ഞങ്ങൾ നിസ്കാരത്തിൽ ഓതുമ്പോൾ എന്തിനെ പിന്നെ സുന്നത്തുണ്ട് എന്നതാണ് ചർച്ച. അപ്പോ മഹാന്മാർ ചൊന്നാറ് ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ വയുസന്നു വഖ്ഫുൻ അലാ റഅസി കുല്ലി ആയത്തിൻ, എല്ലാ ആയത്തിന്റെ അവസാനത്തിൽ വഖഫ് ചെയ്യൽ, അതായത് നിപ്പാട്ടിട്ട് ഓതുക. ഓരോ ആയത്തിനിടയിലും ഉദാഹരണക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവിടെ സ്റ്റോപ്പ് ആക്കുക, എന്നിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അവിടെ സ്റ്റോപ്പ്. ഇങ്ങനെ 7 ആയത്തിനിടയിലും വഖഫാക്കുക, അവിടെ നിപ്പാട്ടിട്ട് ഇങ്ങനെ ഓതുക പ്രത്യേകമായിട്ടുള്ള ഒരു സുന്നത്താണ് എന്ന് മഹാന്മാർ പഠിപ്പാട്ടാറ്. അപ്പോ ഇങ്ങനെ ചർച്ചയാക്കിയിട്ട് ചൊല്ലാറ്. എന്നാൽ ചിലങ്ങ് എന്താക്കിടാറ് ലാസ്റ്റ് ആയത്തായ സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ഇതൊരായത്തായിട്ട്. അപ്പൊ ചിലങ്ങൾക്ക് ഇങ്ങനെ ആ ഒരു ആയത്തിൽ വലിയുള്ളത് കൊണ്ട് അതിനൊട്ടിಗೆ അങ്ങനെ ഓതുക സാധ്യക്കല്ല. അപ്പൊ ചിലങ്ങ് എന്താക്കിടാറ് നിങ്ങൾ സിറാത്തല്ലദീന അൻഅംത അലൈഹിം അവിടെ എന്താക്കിടാറ് നിപ്പാട്ടാറ്. അവിടെ മഹാന്മാർ ചർച്ചയാക്കിയിട്ട് ചെന്നാറ് വൽപ്പാട്ടാണ്ട് ഇക്കലാണ് ഏറ്റവും നല്ലത്. പിന്നെ എല്ലാവർക്കും ഒരേപോലെ ശ്വാസം എടുക്കുക ആവാത്തത് കൊണ്ട് നിപ്പാട്ടിയത് കൊണ്ട് എന്തിനാ മനല്ല അവിടെ എന്ത് വലിയ ഫോൾട്ട് സംഭവിക്കുക സാധ്യമില്ല. എന്നിട്ട് പിന്നെ ഞങ്ങൾ സാധാരണ ഖുറാനിൽ എന്താക്കട വഖഫ് ഇല്ലാത്ത അവിടെ നിപ്പാട്ടിയെങ്കിൽ ചില പെരകിടെ എടുത്തിട്ട് ഞങ്ങൾ ഓതറാം. ചിലപ്പോ അവിടെ വഖഫ് ഇട്ടില്ല, വഖഫ് നിക്ക് പിന്നെ ആക്കാനായ പ്ലേസ് അല്ല, അത്ര നല്ല വഖഫിയുടെ പ്ലേസ് അല്ല. അപ്പൊ എന്താക്കണം ഞങ്ങൾ അവിടെ നിപ്പാട്ടേണ്ടി വന്നിട്ട് അങ്ങനെ നിപ്പാട്ടിട്ടാകുമ്പോൾ ചില പെരകിടെ എടുത്തിട്ട് ഓതറാം. ഇവിടെ മഹാന്മാർ ചൊല്ലാറ് ഈ വിഷയം പറയുമ്പോൾ അൻഅംത അലൈഹിം അവിടെ ഞങ്ങൾ എന്താക്കേണ്ടതില്ല, പെരകിടം എടുത്തിട്ട് സിറാത്തല്ലദീന അൻഅംത അലൈഹിം അങ്ങനെ ഓതേണ്ടതില്ല. പിന്നെ അൻഅംത അലൈഹിം അവിടെ നിപ്പാട്ടിയെങ്കിൽ അതിനപ്പുറം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ അങ്ങനെ ഓതിട്ട് വൃത്തിയാക്കാൻ. അതാണ്. പിന്നെ ഫാത്തിഹ കഴിഞ്ഞിട്ടുള്ള ഒരു സുന്നത്താണ് വയുസന്നു തഅമീനുൻ. ഫാത്തിഹ കഴിഞ്ഞിട്ടുള്ള ഒരു സുന്നത്താണ് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ഓതിയെങ്കിൽ അവിടെ ആമീൻ ചൊല്ലൽ സുന്നത്തുണ്ട്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ അത് സിംഗിൾ ആയിട്ട് ഞങ്ങൾ ഓതുമെങ്കിലും ഇമാമിനൊട്ടിയാണെങ്കിൽ ഞങ്ങൾ സിംഗിൾ ഓതുമ്പോൾ ഇമാമിനൊട്ടിക്കും ഓതുമ്പോൾ അപ്പം ആമീൻ ചൊല്ലൽ സുന്നത്തുണ്ട്. പിന്നെ ഇമാമ് ഓതിട്ട് ഇമാമ് ജോറായിട്ട് ഓതരല്ലേ, അപ്പോൾ ഓതിട്ടാകുമ്പോൾ ഇമാമ് വലദ്ദാല്ലീൻ എത്തിയെങ്കിൽ അപ്പൊ ഞങ്ങൾ ഒട്ടിಗೆ ആമീൻ ചൊല്ലൽ പ്രത്യേകമായിട്ടുള്ള സുന്നത്തുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു ഐ അറാദ തഅമീൻ, ഇമാം ആമീൻ ചൊല്ലുക ഉദ്ദേശിച്ചെങ്കിൽ അതായത് ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ചൊന്നെങ്കിൽ അപ്പൊ ഫഅമ്മിനു നിങ്ങൾ എന്താക്കറു നിങ്ങൾ ആമീൻ ചൊല്ലറു. കാരണം ഫഇന്നഹു മൻ വാഫഖ തഅമീൽ മലായികതി ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരാൾ ഇമാമിനൊട്ടിಗೆ ആമീൻ ചൊന്നെങ്കിൽ ഇമാമിനെ വലദ്ദാല്ലീൻ കേൾക്കുമ്പോൾ ജോർ ആമീൻ ചൊല്ലണായതല്ല, ഇമാം ആമീൻ വലദ്ദാല്ലീൻ ചൊന്നിട്ട് ഇമാം തെല്ല് മൗനായിട്ട് എന്താക്കണം ഇമാം ആമീൻ ചൊല്ലും. അപ്പൊ ആ ഇമാം ചൊല്ലുമ്പോൾ ഒട്ടികയാണ് ചൊല്ലണേ. കാരണം ഇമാമുടെ ആമീൻ്റെ ഒട്ടിക മലായികകൾ പിന്നെ മലായികങ്ങൾ എന്താക്കിടാറ് ആമീൻ ചൊല്ലാറ്. അപ്പൊ ഞങ്ങൾ ഇമാമിനൊട്ടിക ആമീൻ ചൊല്ലുമ്പോ മലക്കന്മാരുടെ ആമീൻ്റെ ഒട്ടിക ഞങ്ങൾ ആമീൻ യോജിച്ചെങ്കിൽ അതിക്ക് ഉത്തരമുണ്ട് ഹബീബായ റസൂലുള്ളാഹി മാത്രല്ല ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ഞങ്ങൾ എല്ലാ മുന്നിലാക്കിയ പാപങ്ങൾ അല്ലാഹു മാപ്പ് തണ്ടെന്ന് ചെന്നിട്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് പഠിപ്പാട്ടേ. അപ്പൊ മഹാന്മാർ ചെന്നാറ് ഒരു കാരണവശാലും നിസ്കാരത്തിൽ ഞങ്ങൾ എന്താക്കണില്ല ഇമാമിന്റെ ഒട്ടിಗೆ പോകേണ്ട ഒരു ഇബാദത്തും ഇല്ല, ഒരു വിഷയമില്ല. അതായത് ഇമാം കൈകെട്ടിയ അപ്പലെ ഇമാമിന്റെ ഒട്ടിಗೆ കൈയ്യട്ടുകയില്ല, ഇമാം കൈയ്യട്ടിയ ഉടനെ ഞങ്ങൾ കൈയ്യട്ടണേ. അതുപോലെ ഇമാം റുക്കു പോകുമ്പോ ഒട്ടിಗೆ ഞങ്ങൾ എന്താക്കണം ഇമാം റുക്കു പോകുമ്പോ ഞങ്ങൾ റുക്കു പോകണ്ടല്ല, ഇമാം റുക്കു ആക്കിയിട്ട് അപ്പലെ ഞങ്ങൾ റുക്കു ആക്കണേ, ഒട്ടിಗೆ ആക്കേണ്ടതില്ല. അതുപോലെ ഇമാം സലാം ഇട്ടെങ്കിൽ അപ്പലെ ഇമാം സലാം ഇട്ടുമ്പോ ഇമാം അസ്സലാം വലൈക്കും ഞങ്ങൾ അസ്സലാം വലൈക്കും ചെന്നിട്ട് സലാം ഇട്ടല്ല, പിന്നെ ഇമാം സലാം ഇട്ടിയ ഉടനെ ഞങ്ങൾ സലാം ഇട്ടണേ. അപ്പൊ ഇമാമിന്റെ ഒട്ടിಗೆ ഇമാമിന്റെ മുന്നോട്ട് പോകണ്ടേ, അല്ലെങ്കിൽ ഇമാമിന്റെ ഒട്ടിയാക്കാനായ ഒരു വിഷയം നിസ്കാരത്തിലില്ല. അങ്ങനെ ഇന്നെങ്കിൽ അതേത് ആമീൻ ചൊല്ലത് മാത്രമാണ് മഹാന്മാർ ചർച്ചയാക്കിടാറ്. അതെന്താക്കണം ഇമാം ആമീൻ ചൊല്ലുമ്പോൾ ഇമാമിന്റെ ഒട്ടിಗೆ ഇമാമിന്റെ പിന്നെ ഉടനെ അല്ല ഇമാമിന്റെ ഒട്ടിಗೆ ആമീൻ ചൊല്ലണോ, അതിക്ക് വലിയ വറക്കത്തുണ്ടോ, അത് ഞങ്ങളുടെ ദോഷം പൊറുക്കോ കാരണമാണിട്ട് മഹാന്മാർ നമുക്ക് ചർച്ചയാക്കിയിട്ടുണ്ടാറ്. ഇപ്പൊ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇനി ഫാത്തിഹ കഴിഞ്ഞിട്ടുള്ള മസ്അല ചർച്ച എന്തിനാണ്. ഏതായാലും നല്ല വിഷയം പഠിക്കുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وإلى حضرة سيدنا محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ചൊന്ന വിഷയം ഓതിയ ഫാത്തിഹ സൂറത്ത് അള്ളാഹു ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ചതെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്വാലിഹീങ്ങൾ, അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സജ്ജനങ്ങളുടെ ഹളറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ പുറത്തും എല്ലാം കാവലും അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും മക്കളിലും ഭാര്യമക്കളെല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ, ഞങ്ങളുടെ ഭാര്യമാരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ, അതുപോലെ ഞങ്ങളുടെ പള്ളി മൈതാനത്തിൽ വിശ്രമിക്കുന്ന ഇങ്ങനത്തെ മുഅ്മിനീങ്ങൾ എല്ലാ മുഅ്മിനീങ്ങളുടെയും ഹളറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരത്തലോടുകൂടെ എല്ലാ ദിവസവും ഞങ്ങൾക്ക് വലിയ സന്തോഷവും സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.